ഇൻസ്റ്റാഗ്രാമിലെ പുതിയ റീപോസ്റ്റ് ഫീച്ചർ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാമോ? കൂടെ ബാക്കി 2 അപ്ഡേറ്റും. ഇത് ഞാനൊരു എക്സാമ്പിൾ വെച്ച് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആപ്പിൾ അവരുടെ iPhone 17 ലോഞ്ച് ഒരു റീലായിട്ട് പോസ്റ്റ് ചെയ്തു. നിങ്ങൾ ആപ്പിളിന്റെ പേജ് ഫോളോയും ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ കാണുന്ന ഫീഡ് സെക്ഷനിൽ ഒരു കാരണവശാലും ആ ഒരു റീല് വരൂല. ഇങ്ങനെ നിൽക്കാതെ നിങ്ങൾ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കുക. ഞാൻ ഈ കാണുന്ന ഒരു റീപോസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ പോപ്പപ്പിൽ ഒരു ഇൻഫോയും ആഡ് ചെയ്ത് ഞാൻ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ ഈ ഫീഡ് സെക്ഷനിൽ ഈ ഒരു റീല് നിങ്ങൾക്ക് വരുന്നത് കാണാനായിട്ട് പറ്റും. കാരണം നിങ്ങൾ എന്നെ ഫോളോയും ചെയ്യുന്നുണ്ട്, ഞാൻ ഈ ഒരു റീല് റീപോസ്റ്റും ചെയ്തേക്കാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന പറയുമ്പോൾ ഈ ഒരു റീല് ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യുകയാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു റീല് യൂസ്ഫുൾ ആയിരിക്കും, കണ്ടോളൂ എന്നുള്ള രീതിയിൽ. അതിൻ്റെ അകത്ത് കാണിക്കുന്ന ലൈക്ക്, കമന്റ്, ഷെയർ കാര്യങ്ങളെല്ലാം ആ പോസ്റ്റ് ആരാണോ അപ്ലോഡ് ചെയ്ത് അയാളുടെ ഫുൾ റൈറ്റ്സ് ആയിരിക്കും. നിങ്ങൾ ഇനിയിപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു പുതിയ കമന്റ് അതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് പോകാൻ പോകുന്നത് ആ വീഡിയോ പോസ്റ്റ് ചെയ്ത ആൾക്കായിരിക്കും. ഇങ്ങനെ റീപോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നമ്മുടെ പ്രൊഫൈലിൽ റീൽസ് ടാബിനെ തൊട്ടപ്പുറമായിട്ട് പുതിയതായിട്ട് വന്നേക്കുന്ന റീപോസ്റ്റ് സെക്ഷനിൽ നിന്ന് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഈ ഒരു ഫീച്ചർ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകാൻ പോകുന്നത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ബിസിനസ് ഓണേഴ്സിനായിരിക്കും. കാരണം ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വിചാരിക്കുക, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയൊക്കെ പോയാലും ഒരു ദിവസം എടുക്കും. ഈ ഒരു ഫീച്ചർ വന്നേക്കുന്നത് 5 സെക്കൻഡിൽ ഈ ഒരു ഇൻഫർമേഷൻസ് അവരുടെ ഫോളോവേഴ്സിലോട്ട് എത്തിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബിസിനസ് ഓണേഴ്സിന് അവരുടെ ബിസിനസ്സിന് കിട്ടിയേക്കുന്ന ടെസ്റ്റിമോണിയൽ വീഡിയോസ്, റിവ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവരുടെ പേജിലോട്ട് കൂടി റീപോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത അപ്ഡേറ്റ് പറയുന്നതിന് മുമ്പായിട്ട് ഈ ഒരു റീല് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇനി ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്ന ഒരു ഫീച്ചറാണ് റീപോസ്റ്റ്. അത് കാണുന്ന സമയത്ത് അത് എന്താണെന്ന് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് അപ്ഡേറ്റ് ആണ് ഇൻസ്റ്റാഗ്രാം മാപ്പ്. ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്ത് നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സിലുള്ളവർക്കോ അല്ലെങ്കിൽ ഒരു കസ്റ്റം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലുള്ളവർക്കോ കാണാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഫീച്ചർ കിടക്കുന്നത് നമ്മുടെ ഇൻബോക്സ് സെക്ഷന്റെ ടോപ്പിലായിട്ടാണ്. ഇവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മാപ്സിന്റെ ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. നിങ്ങൾ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ടാഗ് ആഡ് ചെയ്തിട്ട് ഒരു സ്റ്റോറിയോ പോസ്റ്റോ കരോസലോ അങ്ങനെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൊക്കേഷനിൽ നിങ്ങളുടെ ആ പോസ്റ്റും റീലും ഇതുപോലെ കാണിക്കും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ അല്ല. ഇത് ഓഫ് ചെയ്ത് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് സേവ് ചെയ്യാനായിട്ട് പറ്റും. തേർഡ് അപ്ഡേറ്റ് ആണ് ഫ്രണ്ട്സ് ടാബ്. അതായത് ഇനി മുതൽ നിങ്ങൾ റീൽസ് കാണാൻ നേരത്ത് മേളിലായിട്ട് ഇവിടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ കൂടി കാണാനായിട്ട് പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് എന്തൊക്കെ തരം പോസ്റ്റുകളാണ് ലൈക്ക് അടിച്ചേക്കുന്നത് അല്ലെങ്കിൽ കമന്റ് ചെയ്തേക്കുന്നത്, അവർ ഇന്ററാക്ട് ചെയ്തേക്കുന്ന റീലുകൾ മാത്രമായിരിക്കും ഈ ഒരു സെക്ഷനിൽ വരാൻ പോകുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടുതൽ അറിയാനായിട്ട് പറ്റും. അവരുടെ ടേസ്റ്റ്, അവർ കാണുന്ന റീൽസ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ അവരുടെ ഇൻട്രസ്റ്റുകൾ അറിയാനായിട്ട് നമുക്ക് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.